ഈ ഡിജിറ്റൽ സർവേയുമായിട്ട് ബന്ധപ്പെട്ട് വ്യാപകമായിട്ട് നടക്കുന്ന വ്യാജ പ്രചരണത്തെക്കുറിച്ച് ആദ്യം പറയാം. കാരണം വെറുതെ നിങ്ങളുടെ കാശ് പോകണ്ടല്ലോ. 3 തരം പരാതികളാണ് ഡിജിറ്റൽ സർവേയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ സാധിക്കുക. OLC, ALC, പിന്നെ LRM. ഇതിലേത് വേണം എന്നുള്ളത് നിങ്ങൾ ഈ സർവേയെ എത്ര ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളതനുസരിച്ച് മാറും. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നിങ്ങൾക്ക് ഈ ഓഫീസിൽ പോയിട്ട് സർവേ ഉദ്യോഗസ്ഥരെ നേരിൽ കാണാം. നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്കും അവർ ഉത്തരം തരും. ഇടനിലക്കാരുടെ ആവശ്യമേ ഇല്ല എന്ന് സാരം. ഹായ്, അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ സർവേ അതാണല്ലോ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെ വിഷയം. അതുകൊണ്ട് തന്നെ ചിലരൊക്കെ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കാണ് ഉത്തരം പറയുന്നത്. അതിൽ ചില വ്യാജ പ്രചരണങ്ങളെക്കുറിച്ചും പരാതി പരിഹാരത്തെക്കുറിച്ചും എന്തുകൊണ്ട് ഈ ഡിജിറ്റൽ സർവേ വളരെ പ്രധാനപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചുമൊക്കെയാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതിൽ വ്യാപകമായിട്ട് നടക്കുന്ന വ്യാജ പ്രചരണത്തെക്കുറിച്ച് ആദ്യം പറയാം. കാരണം വെറുതെ നിങ്ങളുടെ കാശ് പോകണ്ടല്ലോ. അതായത് ഡിജിറ്റൽ സർവേ നടക്കുന്ന പ്രദേശങ്ങളിൽ സ്വകാര്യമായിട്ട് ഭൂ ഉടമകൾ സർവേ നടത്തിച്ച് ഭൂരേഖകൾ തയ്യാറാക്കണം എന്നുള്ളതാണ് ആ ഒരു വ്യാജ പ്രചരണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നിർദ്ദേശം ഒരു സമയത്തും ഒരു രീതിയിലും നമ്മുടെ സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് വന്ന് സർവേ നടത്തി പോയിക്കോളും, നമ്മളവരായിട്ട് സഹകരിച്ചാൽ മാത്രം മതി. ഇനി അടുത്തതായിട്ട് അറിയേണ്ടത് ഈ സർവേ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതായത് ഭാവിയിൽ ഈ സർവേ ഒരു ഭൂ ഉടമയെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത്. ഈ സർവേയുടെ ഭാഗമായിട്ട് തയ്യാറാക്കുന്ന മാപ്പ് എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് LPM എന്നാണ്. അതായത് ലാൻഡ് പാഴ്സൽ മാപ്പ്. ഇത് ഭാവിയിൽ നമ്മുടെ ഭൂമിയുടെ അതിർത്തികളും വിസ്തീർണവും ഉടമസ്ഥാവകാശവും ഒക്കെ തെളിയിക്കുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന ഒരു ഔദ്യോഗിക രേഖയായിട്ട് മാറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സർക്കാർ സേവനങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് ആവശ്യമായ രേഖയായിട്ട് ഭാവിയിൽ ഇത് മാറും. അതുകൊണ്ട് തന്നെ ഈ LPM-ഉമായിട്ട് നമ്മുടെ ആധാർ നമ്പർ കൂടി ബന്ധിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് രേഖയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. നമ്മളിപ്പോൾ പാൻ കാർഡും ആധാറും ഒക്കെ ആയിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ ബന്ധിപ്പിക്കുക. രണ്ടാമതായിട്ട് രേഖയുടെ യഥാർത്ഥ ഉടമയെ തിരിച്ചറിയാനാകും. അതുകൂടാതെ പല വിധത്തിലുള്ള ക്ഷേമ പദ്ധതികളിലൂടെയുള്ള ആനുകൂല്യങ്ങൾ, കാർഷിക ആനുകൂല്യങ്ങൾ, ബാങ്ക് ലോൺ, അങ്ങനെയുള്ള സേവനങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാനും ഇത് സഹായിക്കും. പിന്നെ പ്രധാനമായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഭൂമി സംബന്ധിച്ച തർക്കങ്ങളും അഴിമതിയും കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആധാർ നമ്പർ ബന്ധിപ്പിക്കുന്നത് വളരെ നല്ലത്. പിന്നെയുള്ള ഗുണം എന്ന് പറയുന്നത് ഭൂമി വിൽപ്പന, ലോൺ, പണയപ്പെടുത്തൽ, ഇതിനൊക്കെ ഭാവിയിൽ ഈ രേഖ നിർബന്ധമായിരിക്കും കേട്ടോ. അപ്പോ പ്രാധാന്യം മനസ്സിലായല്ലോ. ഇനി സർവേയെ കുറിച്ച് ആശങ്കകളുള്ളവരോടായിട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത്, സർവേ നടക്കുന്ന പ്രദേശങ്ങളിൽ ക്യാമ്പ് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നിങ്ങൾക്ക് ഈ ഓഫീസിൽ പോയിട്ട് സർവേ ഉദ്യോഗസ്ഥരെ നേരിൽ കാണാം. നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്കും അവർ ഉത്തരം തരും. ഇടനിലക്കാരുടെ ആവശ്യമേ ഇല്ല എന്ന് സാരം. അടുത്തതാണ് പരാതി പരിഹാരം. ഈ സർവേ പൂർത്തിയാക്കി തയ്യാറാക്കുന്ന രേഖകൾ പൊതുജനങ്ങൾക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രദർശിപ്പിക്കും എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. പരാതി ഉണ്ടെങ്കിൽ നമ്മൾ എൻ്റെ ഭൂമി പോർട്ടൽ വഴി തന്നെ ബോധിപ്പിക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥർ അത് പരിഹരിക്കും, അവർക്ക് സാധിക്കുന്നതാണെങ്കിൽ. അപ്പോൾ അതിൽ നിങ്ങൾ വിമുഖത കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇനി അത് എത്ര ദിവസം പ്രദർശിപ്പിക്കും എന്ന് ചോദിച്ചാൽ, അതിരടയാള നിയമത്തിലെ സെക്ഷൻ 9 സബ്സെക്ഷൻ 2 പ്രകാരം 1 മാസത്തേക്ക് അത് പ്രദർശിപ്പിക്കും, അല്ലെങ്കിൽ അവർ പ്രദർശിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ പരാതികൾ ഈ സമയത്ത് തന്നെ നൽകി പരിഹരിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഭാവിയിലേക്ക് മാറ്റിവെച്ചാൽ കൂടുതൽ സമയം, കൂടുതൽ പരിശ്രമം, അതായിരിക്കും ഫലം. ഇനി ഏതൊക്കെ രീതിയിലുള്ള പരാതി നമുക്ക് നൽകാം എന്നുള്ളത് കൂടി നമ്മൾ അറിയണം. സർവേ ആരംഭിക്കുന്നത് മുതൽ സർവേ പൂർത്തിയാക്കി രേഖകൾ പ്രദർശിപ്പിക്കുന്നത് വരെ നമ്മൾ പരാതി നൽകുകയാണെങ്കിൽ അവ OLC അഥവാ ഒറിജിനൽ ലാൻഡ് കംപ്ലയിൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി സർവേ പൂർത്തിയാക്കി രേഖകൾ പ്രദർശിപ്പിക്കുന്ന ആ 1 മാസ കാലയളവിലാണ് നമ്മൾ പരാതി നൽകുന്നതെങ്കിൽ അവ ALC എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അപ്പീൽ ലാൻഡ് കംപ്ലയിൻസ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് സെക്ഷൻ 13 പ്രകാരം പ്രസിദ്ധീകരിച്ച് റവന്യൂ ഭരണത്തിനുള്ള ഔദ്യോഗിക രേഖയായിട്ട് ഇത് മാറിയതിന് ശേഷമാണ് നമ്മൾ പരാതി നൽകുന്നതെങ്കിൽ അത് LRM വിഭാഗത്തിൽ പെടും. അതായത് ലാൻഡ് റെക്കോർഡ്സ് മെയിൻ്റനൻസ് വിഭാഗത്തിലുള്ള പരാതി. അപ്പോൾ പരാതി ഉണ്ടെങ്കിൽ അത് ഏത് വിഭാഗത്തിൽ പെടണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ ബൈ ബൈ.